220 ഫെയറിംഗ് ഉണ്ടോ? കിറ്റ് ഇറക്കിട്ടോ ഇവിടുത്തെ നെറ്റ് വാങ്ങിച്ചില്ല. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ മൈക്കിൻ്റെ കണക്ഷൻ ആദ്യം തന്നെ കുറച്ച് ലൂസായിപ്പോയി, അതുകൊണ്ട് കണക്ഷൻ കിട്ടിയില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ശരിയാവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കിറ്റുകളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്ന വീഡിയോയിലാണ് ഇന്ന് ചെയ്യാൻ നിന്ന് മെയിനായിട്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടെങ്കിൽ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ വണ്ടി എന്ന് വെച്ചാൽ ഈ കാണുന്ന V3യും ഈ കാണുന്ന ഡ്യൂക്ക് 125ലുമാണ് നമ്മൾ ഡെയിലി യൂസിങ് ചെയ്യാൻ പോകുന്നത്. 125 കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഷോറൂമിൽ കൊണ്ട് വയ്ക്കും, അതിനുശേഷം നമ്മൾ V3 കളിക്കും, ഫുൾ കറക്കവും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം നമ്മൾ ഷോറൂം എത്തിയിട്ട് കാണാമേ. അപ്പോൾ അതാ നമ്മൾ KTMൻ്റെ ഷോറൂമിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അകത്തോട്ട് കയറ്റാം. സർവീസ് ചെയിൻ സ്പോക്ക് കംപ്ലൈൻ്റ് പക്ഷെ മാറണ്ടെന്ന് പറഞ്ഞ്. ആ, വണ്ടിയുടെ സർവീസും കാര്യങ്ങളൊക്കെ കൊടുത്ത് വണ്ടി വൈകിട്ടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞേട്ടാ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. നമ്മൾ ഈ പുതിയ വണ്ടിയൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഇത് സർവീസും കാര്യങ്ങളൊക്കെ ഷോറൂമിൻ്റെ കേസ് ഒന്ന് അറിയാൻ വയ്യേട്ടാ. അതാണ് ഞാൻ അവിടെ കിടന്ന് അങ്ങോട്ട് കിട്ടും ചോദിച്ചത്, ബുക്ക് വേണോ വേണ്ടതൊക്കെ. അത് താക്കോ. ഇപ്പോൾ നേരെ ഇനിയിപ്പം ബജാറിൻ്റെ ഷോറൂമിൽ പോയി കിറ്റിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ച്, റേറ്റ് ചോദിക്കുക മാത്രമല്ല, കിറ്റ് ഉണ്ടെങ്കിൽ വാങ്ങിച്ചാലേ ഒക്കുള്ളൂ, അല്ലാതെ എൻ്റെ വണ്ടി ഇറക്കാക്കൂല. ഉള്ള കിറ്റ് കൊടുക്കുകയും ചെയ്തില്ലേ. കണ്ടാൽ മതി, ഓടെ സാധനം ഉണ്ടാകാൻ മതിയായിരുന്നു. 220യുടെ ഫെയറിംഗ് ഉണ്ടോ? ബ്ലാക്ക് ഇല്ലെന്ന്. അവിടുത്തെ നമ്പർ ഉണ്ടാകും തോ, നമ്പർ ഒപ്പിച്ചാൽ കിട്ടുമെന്ന് തോ. ആ, ആൻസാക്ക് അതാര്? ആൻസാക്ക് ഷോറൂം വയ്ക്കുന്നു അതിന്. പിന്നെ പോടാറക്ക. ആ, ഷോറൂമിൽ നമ്പർ ഉണ്ടോ? എൻ്റെ പേർക്ക് ബജാജാ, എൻ്റെ പേർക്ക് TVS അല്ലേ? പോയാണ് കോണം വെറുതെ. ചെറുക്കൻ്റെ കാര്യം ഗായ്സ്. അപ്പം ഇവിടുത്തെ ഷോറൂമിൽ സാധനമില്ല. പാരപ്പള്ളി വിളിച്ചപ്പോൾ അവിടുത്തെ ആൾ ലീവ്, പക്ഷെ അവിടുത്തെ നമ്പറില്ല. ഇനിയിപ്പോൾ അവിടെ പോയി തിരക്കുമ്പോൾ സാധനം ഇല്ലെങ്കിൽ പിന്നെയും ട്രാപ്പാവും. അപ്പോൾ ഇവിടെ വേറൊരു ചെറിയൊരു ഷോറൂമാണ് കേട്ടോ. അപ്പോൾ അവിടെയും ചിലപ്പോൾ സ്പെയർ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ചോദിച്ച് നോക്കിയിട്ട് എന്തായാലും കൊല്ലത്ത് പോവാം. കൊല്ലത്ത് വിളിച്ചാൽ അവിടെ കിട്ടുന്നതുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എന്തായാലും പോയി നോക്കാം. സാധനം കിട്ടിയാലേ നോക്കുള്ളൂ. എനിക്ക് വേറെ സ്ഥലത്ത് പോകണം. അപ്പോൾ വണ്ടി ഈ കിറ്റ് വെച്ചാൽ എനിക്ക് പോകാക്കുള്ളൂ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വണ്ടി എടുത്തിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ആ ബജാജ് ചെയ്തിരിക്കുന്ന അവിടെ ഇത് ശരിക്കും. എടാ, 220യുടെ ഫെയറിംഗ് ഉണ്ടോ? 220യുടെ കിറ്റ് ബ്ലാക്ക്. വെറും ബ്ലാക്ക് മതി. ഗ്രാഫിക്സ് ആകുമ്പോൾ ഏത് കളറുണ്ട്? റെഡാ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന റെഡ് കളറാണ് കേട്ടോ. റെഡ് വേണ്ട, ബ്ലാക്കാണ് ആവശ്യം. എടാ, കൊല്ലത്ത് എണ്ണ ഉണ്ടോ? എണ്ണ ഉണ്ടാകുന്ന കൊല്ലത്ത് പോകാൻ പറ്റുമോ? ഓയില് കംപ്ലൈൻറ്റ് വെച്ചാൽ ഓയില് പയ്യെ പോവാം. 30 കിലോമീറ്ററേ ഉള്ളു. എന്താണ് അവിടെ കാണും, കുഴപ്പമുണ്ട. പയ്യെ പോവാം, അവിടെ കാണും. എടാ, എന്താടാ കാര്യം പോയല്ലേ, കൊല്ലത്ത് പോകാൻ കേട്ടോ. അപ്പോൾ ഇവൻ്റെ വണ്ടിയിൽ ഒന്നാമത്തെ കാര്യം ഓയിൽ മാറാനുള്ള സമയം കഴിഞ്ഞിട്ടാ. എങ്കിലും അത്യാവശ്യം ആയതുകൊണ്ട് പോകാനേട്ടാ. കൊല്ലത്ത് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു സാംസങ്ങിൻ്റെ കെയർ ഉണ്ട്, അവിടെ ജസ്റ്റ് നിർത്താനേട്ടാ. ഇവിടെ സാംസങ്ങിൻ്റെ എടുക്കുക, ഈ സൈഡ് നിർത്തിയാലും മതി. എനിക്ക് ഒരു ഹെഡ്സെറ്റ് വാറണ്ടി ഉണ്ട്, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ച് മാറ്റി വാങ്ങണം. ഹെഡ്സെറ്റ് വാറണ്ടി ഉണ്ട്, അത് മാറ്റേ. ഇവിടെ സർവീസ് ഇല്ലേ തന്നെ? ഇപ്പോൾ കിട്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റുമോ?
ഇതിന് വേറെ പൊട്ടിയും കാര്യമൊന്നുമില്ല, എൻ്റെ മൈക്ക് മാത്രം കംപ്ലൈൻ്റ് ആയി. ഒടിവുണ്ടാകും അതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും നടത്തില്ല. കാരണം വെച്ചാൽ ഈ മൈക്ക് ഒരു സൈഡും കേൾക്കാത്തത് ഇവിടെ പ്രശ്നം വരുമ്പോഴാണ് കൂടുതലും വരുന്നത്. കൊടുത്തിട്ട് മറങ്ങയൊക്കെ ചെയ്യുമ്പോഴേ അത് പൊട്ടിയിട്ടില്ലല്ലോ. പിന്നെ ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നമ്മളൊക്കെ വിഷയമൊക്കെ. അപ്പോൾ ഹെഡ്സെറ്റ് മാറ്റി കിട്ടത്തില്ലെന്ന് തോന്നുന്നു. അപ്പോൾ കഴക്കൂട്ടത്ത് പോയാലും സാധനം കിട്ടത്തില്ല, ഇതിൻ്റെ ചെറിയ ഒടിവുണ്ടെന്ന്. പിന്നെ ഹെഡ്സെറ്റ് പിന്നെ വാങ്ങിച്ചാണെങ്കിൽ ഇരിക്കുമോ, ഉപയോഗിക്കാനുള്ള സാധനമല്ലേ ഹെഡ്സെറ്റ്. ഫിസിക്കൽ വാറൻറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വേണ്ട നോക്കിയാണ് എവിടെയും പൊട്ടിയിട്ടില്ല. പിന്നെ എന്തോന്നാണ് നമ്മൾ ഫിസിക്കൽ വാറൻറ്റി എന്ന് പറയുന്നത്. വാങ്ങിച്ച കണക്ക് തന്നെ പുത്തനായിട്ട് സൂക്ഷിച്ച് വയ്ക്കണം, എന്നിട്ട് വാറൻറ്റി സമയമാകുമ്പോൾ കൊണ്ടു കൊടുക്കണം. എല്ലാവരും ടൈപ്പ് തന്നെ, എല്ലാവരും അങ്ങനെ. വാറൻറ്റി ചുമ്മാ കേട്ടോ, കിട്ടത്തൊന്നുമില്ല ടൈപ്പ്. അപ്പോൾ അതും പോയി, പിന്നെ അടച്ചുകൂട്ടി വയ്ക്കാം. അപ്പോൾ നേരെ പോവാം, കൊല്ലത്തുവാം. ഭഗവാനെ സാധനം കാണണേ. 220 ഫെയറിങ് ഉണ്ടോ കിറ്റ്? ഫ്രണ്ടിൻ്റെ അടുത്ത് കിറ്റ് ഉണ്ടോ? ആ ബ്ലാക്ക്. ഓ ഷർട്ട് ഉണ്ട്. ആ വേണം. ഓ സാധനം ഇവിടെ വിചാരിച്ച സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. ഭാഗ്യം, കൊല്ലം വരെ പോകേണ്ട ആവശ്യം വന്നില്ല. അപ്പം ചേച്ചി ചോദിക്കാൻ വേണം, ആരെങ്കിലും എടുത്ത് വെച്ചിരിക്കണമെന്ന് അറിയാൻ വയ്യ. അതുകൊണ്ട് ചേച്ചി അവിടെ പോയി ചോദിച്ചിട്ട് വരും. നമുക്കായിരിക്കും സാധനം ഉണ്ടെന്ന്, പക്ഷെ ചോദിച്ചിട്ട് വരാം ആരെങ്കിലും എടുത്ത് വെച്ചിരിക്കണമെന്ന് അറിയാൻ വയ്യെന്ന്. ആ എത്രയാണ് ചെയ്തത്? 2508. റേറ്റ് കുറഞ്ഞ. അപ്പം ഞാൻ കൊല്ലത്തിന് 2700 എത്രയായിരുന്നു, ഇപ്പോൾ റേറ്റ് കുറഞ്ഞ്. ഇവിടെ 2500 ഉള്ളു. ആ മീറ്റർ ബോക്സ് ഉണ്ടോ? അത് എത്ര രൂപയാവും? 210 മീറ്ററിൻ്റെ ബോക്സ് ഉണ്ടല്ലോ. ആ മീറ്ററിൻ്റെ ഫൈബർ പീസ് അത്രേ ഉള്ളൂ അല്ലേ? അത് ഇപ്പോഴത്തെ മോഡൽ മറ്റേ കാർബൺ ഫൈബർ വരുന്ന ആ ടൈപ്പ് ഉണ്ടോ? ആ അത് തന്നെ. ആ അതും കൂടെ എടുത്തോ. ഞാൻ പിടിച്ചോളാം ചേച്ചി. മറ്റേ കിറ്റിൻ്റെ നെറ്റില്ലേ സ്റ്റാർ, അതിൻ്റെ അകത്ത് ക്ലിപ്പുണ്ടല്ലോ ഇല്ലേ? അപ്പോൾ ഓ അപ്പോൾ കൈസാണ്ട് ഈ ഒരു ഫൈബർ പീസ് കൂടെ എടുത്തേട്ടാ. 210 പറഞ്ഞാൽ ഇപ്പോൾ വന്നപ്പോൾ 380 അതായത് 400 രൂപ. ആ മതി. ഒരു സ്റ്റാർ വേണം, 2-3 എടുത്തു. ഇത്രയും വെയിറ്റാ അതിന്? ആ ബോക്സിൻ്റെ വെയിറ്റാ. ആ ഫുൾ ബ്ലാക്ക് തന്നെ വേണ്ട. മറ്റേ മെറ്റാ ചേർത്തില്ലേ ഇതിൻ്റെ അത്? ആ വെയിലത്തോട്ട് അത് തന്നെ വെയിലത്തോട്ട്. അല്ല വെയിലത്ത് വെച്ചപ്പോഴാണ്. മനസ്സിലായി. എത്ര? അതിനാ ഗ്രാഫിക്സ് വരുന്നത്? എനിക്ക് ഇത് തന്നെ വേണ്ടത്. ഇനി വേറെ സ്റ്റിക്കർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഗ്രാഫിക്സ് വരുന്നതിന് റേറ്റ് കൂടുതലാണ് കേട്ടോ. ഇതിൻ്റെ കിറ്റിന് ഇത്രയും വെയിറ്റ് ഇല്ല, ഈ പെട്ടിക്കാണ് വെയിറ്റ്. പെട്ടി എനിക്ക് വേണം, മേടിച്ചൊന്ന് അൺബോക്സ് ചെയ്യാനുള്ളതാണ് ഒന്നുകൂടെ. പറയുമ്പോഴും അങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ കിറ്റും കൊണ്ട് വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിലില്ല, നമ്മളെ ശരത്തിൻ്റെ വീട്ടിൽ. അപ്പോൾ ഇവിടെ വെച്ചാണ് ശരിയാക്കുന്നത്. ഇവിടെ നമ്മൾ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് വാരി പിരുത്തുക ഇടണം എല്ലാം കൂടെ. അപ്പോൾ അവൻ്റെ അമ്മയടുത്ത് പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ ഇവിടെ വയ്ക്കാം.
ഒന്നുമില്ല. ഇപ്പം 2 പപ്സ് കൂടെ എടുക്കാം. ഏത് വേണം? നിനക്ക് ഇഷ്ടപ്പെട്ട എടുത്തോ, കുറച്ചെടുത്താൽ മതി. മുട്ട പപ്സ് എടുത്തോ, നിനക്കതല്ലേ ഇഷ്ടം കൂടുതലും. മുട്ട പട്ടി നീ തോ. അല്ല സന്തോഷമായില്ലേ? ഓക്കെ, മാസ്ക് ഇടുന്നില്ലേ? ഇതിനെന്ത് കുഴപ്പം? പൈസ ഇട്ടാൽ മതി. കൊടുക്കുന്നില്ല. ഇതെനിക്ക് പില്ലിനൊക്കെ വെച്ചോണ്ട് പോകുമ്പോൾ അവർക്ക് ഹെൽമെറ്റ് ഇടാൻ വരും. അപ്പം എനിക്കിത് എടുത്ത് കൊടുക്കാം. ബേക്കിരിക്കുന്ന ആൾക്ക് ഇത് കൊടുക്കാം വെച്ചോണ്ട് പോകാൻ. നിങ്ങളെയൊക്കെ തന്നെ, വേറെ ആര്? ഇറക്കുന്നില്ല. അപ്പം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ചെറുക്കൻ കുട്ടപ്പൻ തായി ഇവിടെ ഇങ്ങനെ ഇരിക്കണം. ഇരിക്കണം, ഈ അസ്തുവാണ് അങ്ങനെ ഇരിക്കണം അല്ലേ. ഇവരമ്മക്ക് ഇന്ന് റെഡിയാക്കി ഇറക്കണം, ഇന്ന് പൊളിച്ചെടുക്കണം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് വച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാം പറക്കിക്കൊണ്ട് അവൻ്റെ വീട്ടിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ എല്ലാം പറക്കി കിട്ടിയാൽ പോകട്ടാ. ബാഗും ഉണ്ട്, വണ്ടീനെ കോലോന്നാണ് ഇതാണ് കേട്ടോ. നേരെ അവൻ്റെ വീട്ടിലോട്ട് പോയി ബാക്കിയെല്ലാം സെറ്റ് ചെയ്യാം. അതിന് മുമ്പ് ഡ്യുവൽ സൈഡ് സ്റ്റിക്കർ എനിക്ക് വാങ്ങണം കേട്ടോ. എൻ്റെ വൈബ്രേഷനും കാര്യങ്ങളും കുറയ്ക്കാനായിട്ട് ഡ്യുവൽ സൈഡ് സ്റ്റിക്കറിൻ്റെ ആവശ്യമുണ്ട്. അതടുത്ത ഏതെങ്കിലും കടയിൽ കയറി അതൊന്ന് വാങ്ങിക്കണം. ഡ്യുവൽ സൈഡ് സ്റ്റിക്കർ 3 വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത് തികയത്തില്ല, ഇവിടെ അതേ ഉള്ളെന്നു. അപ്പോൾ തൽക്കാലം ഇത് 3 വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, തൽക്കാലം അതിരിക്കട്ടെ, ബാക്കി തികയാത്തപ്പം വേഗം. ഓക്കെ, അപ്പോൾ നമ്മളെ കൂട്ടുകാരെ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒട്ടകമെന്ന് വിളിക്കുന്ന കൂട്ടുകാരനാണ് കേട്ടോ. അപ്പോൾ അവനും കൂടെ ഉണ്ട് കൂടെ സഹായിക്കാനായിട്ട്. അവൻ പക്ഷേ ഓയിൽ മാറാൻ വേണ്ടി വന്നതാണ്, സഹായിക്കാൻ വേണ്ടി വന്നതല്ല. അവൻ്റെ സ്കൂട്ടിയിൽ ഓയിൽ മാറാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നേരെ വിടാം. ഓക്കെ, വന്നിട്ട് നമ്മൾ ടാങ്കും കാര്യങ്ങളൊക്കെ എല്ലാം ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ കിറ്റെല്ലാം വയ്ക്കുന്നപ്പോൾ ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ശരിയാക്കി വെച്ച്. ഈ ഭാഗത്ത് കുറച്ച് ലീക്ക് ഉണ്ടായിരുന്നു, അത് നമുക്ക് ഒന്നുകൂടെ ഗമ്മിട്ട് ഒട്ടിച്ചിട്ട് ഈ ഒരു ഭാഗത്ത് വൈബ്രേഷനെ കുറയ്ക്കാൻ വേണ്ടി ഡ്യുവൽ സ്റ്റിക്കർ വാങ്ങിച്ച് ഒട്ടിക്കാൻ കേട്ടോ. ഇത് സ്റ്റിക്കറൊക്കെ എവിടെയൊക്കെയാണ് ഒട്ടിക്കാമെന്ന് ഉള്ളത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പം ഫുള്ളൊന്ന് ഒട്ടിച്ചിട്ട് വരാമേ. അപ്പോൾ നമ്മൾ സൈഡിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ്, വൈബ്രേഷൻ ഒട്ടിക്കുന്ന സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അടുത്തത് ഈ ഒരു മീറ്ററിൻ്റെ ഈ ബോക്സ് മാറാൻ കേട്ടോ. അപ്പം മീറ്റർ നമുക്ക് ഊരി എടുക്കാം. അതിന് വേണ്ടിയിട്ട് മീറ്റർ വരാൻ വേണ്ടി വലിയ പാടൊന്നുമില്ല കേട്ടോ. ഇവിടെ ഒരു 1 2 3 4 നെറ്റ് മാത്രം അഴിച്ചാൽ മതി. അപ്പം മീറ്ററിന് ഊരി വരും. എന്നിട്ട് മറ്റേ ഫൈബർ പേഴ്സ് എടുത്ത് കയറ്റിയാൽ മാത്രം മതി. അപ്പം നമുക്ക് ചോട്ടാരടാ എൻ്റെ പുതിയ പീസ് എടുക്കാം. കിറ്റ് അവിടെ ചെയ്യട്ടെ, അതിന് നമുക്ക് ഈ പീസ് എടുക്കാം. കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വരാം. അപ്പം ഈ പഴയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് കളർ വാങ്ങി, അതുകൊണ്ടല്ല. ഈ ഒരു പീസിൻ്റെ എന്തായാലും കിറ്റൊക്കെ മാറില്ല. അപ്പോൾ ഈ ഒരു പീസ് പുതിയതെന്ന് പറയുമ്പോൾ കാർബൺ ഫൈബർ കോട്ടിങ് വരും കേട്ടോ. അപ്പോൾ അതൊരു നൈസ് ലുക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതും കൂടെ മാറാമെന്ന് വിചാരിച്ചാൽ. ഇതിന് അങ്ങനത്തെ ലുക്കൊന്നുമില്ല, ഫസ്റ്റ് മോഡലാണ്. പിന്നെ കുറച്ചായിട്ട് ഭാഗങ്ങളൊക്കെ പൊട്ടിയൊക്കെ പോയി കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ വളഞ്ഞ് അത് ക്യാമറ കൂടെ അറിയത്തില്ല, ചെറിയ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുനിന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു പുതിയ പീസ് വാങ്ങിച്ചേട്ടാ. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടി സെറ്റ് ചെയ്യാം നമുക്ക്. മതി. അപ്പോൾ നമ്മൾ മീറ്ററിൻ്റെ ഭാഗം വെച്ച് അടുത്ത് നമ്മളെ കിറ്റ് ഇറക്കിയാണ് കേട്ടോ. അതാ സെറ്റ് സെറ്റ്. വാ പൊളിയല്ലേ. ഇതിൻ്റെ കുഴപ്പമില്ല, അകത്താണ് വേറെ സ്ക്രാച്ച്. ഇതാളിയാ ഇവിടുത്തെ പീസ് വാങ്ങിച്ചില്ല, അത് സെപ്പറേറ്റ് വാങ്ങണം കേട്ടോ. ഇവിടുത്തെ നെറ്റ് വാങ്ങിച്ചില്ല. ഞാൻ വെച്ച് ഇതിൻ്റെ അടുത്ത് വരത്തുള്ളൂ കേട്ടോ. അത് ഇപ്പോൾ നോക്കിയപ്പോഴാണ് അറിഞ്ഞു. പക്ഷെ എന്നാലും ചെറിയ കുഞ്ഞു കുഞ്ഞു സ്ക്രാച്ചിനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. സൈഡ് നോക്കട്ടെ, ഇവിടെ കുഴപ്പമൊന്നുമില്ല, ബാക്കിയെല്ലാം സെറ്റാണ്. പക്ഷെ ഇവിടുത്തെ നെറ്റിൻ്റെ വാങ്ങണമല്ലോ, അത് വാങ്ങിച്ചാലേ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ്, ആ നെറ്റ് സംഭവം ഷോറൂമിൽ ഇപ്പോൾ വിളിച്ചു വെച്ചു. അപ്പോൾ അവിടെ സാധനം ഇല്ലെന്ന് പറഞ്ഞു കേട്ടോ. എന്ന് വെച്ചാൽ ഈ സൈഡിൽ എഴുതുന്ന നെറ്റ് അത് മാത്രമല്ല, ഈ കിറ്റിൻ്റെ
അത് തിരിച്ച് ബാഗിൻ്റെ അകത്ത് ആക്കി വെച്ച് ഈ ഫ്രണ്ട് കിറ്റിൻ്റെ ഇവിടെ ഒരു ക്ലിപ്പുകൾ വരും കേട്ടോ. അതൊന്നും വാങ്ങിച്ചില്ല. ഈ ഭാഗത്ത് വരുന്ന എന്ന് വെച്ചാൽ അതാണ്ട് ഏതാണ് എന്നാണ്ട് ഈ ഭാഗം ഇടില്ല, ഇതിനൊരു ക്ലിപ്പ് വരും. ആ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ആ കിറ്റ് ഫുള്ള് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ കിറ്റിൻ്റെ അതിൽ പെട്ടെന്ന് എടുത്തുകൊണ്ട് വരാനായിരുന്നു. ഞാൻ പക്ഷേ ഇതിൻ്റെ അകത്ത് തന്നെ എല്ലാം കാണുമെന്ന് എന്ന് വെച്ചാൽ ഈ ഒരു പീസ് വാങ്ങിച്ചപ്പോൾ, ഈ ഹൈബേ പീസ് വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ എല്ലാ ക്ലിപ്പുകളും അവർ തന്നായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് കിറ്റിൻ്റെ കൂടെ അതിനൊക്കെ തന്നെ കിട്ടുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് ഒന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പം അത് ഫുള്ള് വെറുതെ ആയിപ്പോയി. ഇനിയിപ്പോൾ അത് ഇവിടെ തന്ന ഷോപ്പിൽ തന്നെ വിളിച്ച് വെച്ചപ്പോൾ അവിടെ സാധനം ഇല്ലെന്ന് പറഞ്ഞ്. അപ്പം ഇനി കൊല്ലത്തൊക്കെ പോയാൽ ഞാൻ മൊത്തത്തിൽ കിട്ടണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഇന്നത്തെ വീഡിയോ അതുകൊണ്ട് തൽക്കാലം ഇവിടെ വെച്ച് നമ്മൾ അതിൻ്റെ ബാക്കിയാണ്. നാളെ ഇതിൻ്റെ ബാക്കി നമുക്ക് ചെയ്യാൻ കേട്ടോ. ഇനി ഒരുപാട് പണികളുണ്ട് കേട്ടോ. ഈ കിറ്റിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന പരിപാടി വേറെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നാളത്തെ ഒരു ഡെയിലി ഒബ്സെഷൻ കൊല്ലത്തിൽ ബാക്കി സാധനങ്ങൾ എടുക്കുന്നത് അതും ഇതൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് നാളെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ. ഓക്കെ, അപ്പോൾ അതാ ഡബിൾ സൈസ് 3 വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത് തികയത്തില്ല, ഇവിടെ അതേ ഉള്ളെന്നു. അപ്പോൾ തൽക്കാലം ഇത് 3 വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, തൽക്കാലം അതിരിക്കട്ടെ, ബാക്കി തികയാത്തപ്പം കാണാം. ഓക്കെ, അപ്പോൾ നമ്മളെ കൂട്ടുകാരെ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒട്ടകമെന്ന് വിളിക്കുന്ന കൂട്ടുകാരനാണ് കേട്ടോ. അപ്പോൾ അവനൂടെ ഉണ്ട് കൂടെ സഹായിക്കാനായിട്ട്. അവൻ പക്ഷേ ഓയിൽ മാറാൻ വേണ്ടി വന്നതാണ്, സഹായിക്കാൻ വേണ്ടി വന്നതല്ല. അവൻ്റെ സ്കൂട്ടിയിൽ ഓയിൽ മാറാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നേരെ വിടാം.